പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 7 ചാപ്റ്റർ 3 ഡെസിമൽ പ്ലേസ് വാല്യൂ എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പുള്ള പോർഷൻസ് എല്ലാം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. എന്താണ് ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പം ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് കാണുക. പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ സാധിക്കും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി വരുന്ന പോർഷൻസൊക്കെ എന്താണ് പറയുന്നതെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. Okay, you may have noticed that whenever we need to measure something more accurately, we split a part into 10 smaller equal parts. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു പാർട്ടിനെ നമ്മൾ 10 സ്മോളർ ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ കണ്ടു അല്ലേ? വി സ്പ്ലിറ്റ് എ യൂണിറ്റ് ഇൻറ്റു 10 1/10. നമ്മൾ ഒരു യൂണിറ്റിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു? 1/10 10 പാർട്ടുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആൻഡ് ദെൻ സ്പ്ലിറ്റ് ഈച്ച് 1/10 ഇൻറ്റു 10. പിന്നെന്ത് ചെയ്തു? ഓരോ 1/10നെയും വീണ്ടും നമ്മൾ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 100s കിട്ടി അല്ലേ? ആൻഡ് ദെൻ വി യൂസ് ദി സ്മോളർ പാർട്സ് ടു മെഷർ. എന്നിട്ടാണ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഈ സ്മോളർ പാർട്സ് യൂസ് ചെയ്തത്. ആദ്യം നമ്മൾ 1 യൂണിറ്റിനെ 10 1/10കളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. 10 ഈക്വൽ പാർട്സ് ആയിട്ട്, അതായത് 1 യൂണിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1/10കൾ കിട്ടി. വീണ്ടും നമ്മൾ ഈ ഓരോ 1/10നെയും 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/100 കിട്ടി. അപ്പോൾ 10 100s ആണ് 1/10. 10 1/10കളാണ് 1 യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, Can we not split a unit into 4 equal parts, 5 equal parts, 8 equal parts or any other number of equal parts instead? അപ്പോൾ നമുക്ക് ഇങ്ങനെ 10 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 4 ഈക്വൽ പാർട്ടായിട്ടോ 5 ഈക്വൽ പാർട്ടായിട്ടോ 8 ഈക്വൽ പാർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആയിട്ടോ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. യെസ്, വി ക്യാൻ. നമുക്ക് കഴിയുമല്ലേ? The example below compares how the same length is represented when the unit is split into 10 equal parts and when the unit is split into 4 equal parts. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് തന്നിട്ടുണ്ട് ഒരു യൂണിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഇതാ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു യൂണിറ്റിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഈ ഓരോ വരകളും എത്ര വെച്ചായിരിക്കും? 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത് അല്ലേ? നമ്മൾ എത്ര ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതായിരിക്കും നമ്മുടെ ഡിനോമിനേറ്ററിൽ വരിക. ഓക്കെ, അപ്പോൾ ഈ ഓരോ കുഞ്ഞു വരകളും എന്തായിരിക്കും? 1/4 വീതമായിരിക്കും. ഫസ്റ്റ് ലൈൻ 1/4, സെക്കൻഡ് ലൈൻ 2/4, തേർഡ് ലൈൻ 3/4, ഫോർത്ത് ലൈൻ 4/4. 4/4 ഈസ് 1. അപ്പോൾ 2 തൊട്ട് 3 വരെ 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റിനെ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1/4, 2/4, 3/4, 4/4 ഇങ്ങനെയാണ് വരിക കേട്ടോ. ഇനി ഈ ഓരോ 1/4നെയും വീണ്ടും 4 യൂണിറ്റ്സ് വീതമായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇതിനെ വീണ്ടും ചെയ്യുന്നു. അപ്പോൾ 1 2 3 4, 1 2 3 4, 1 2 3 4, 1 2 3 4 ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ കുഞ്ഞു വരകൾ ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര പാർട്സ് ആയി? ആദ്യം 4 ആയിരുന്നു. വീണ്ടും ഇതിലെ ഓരോന്നിനെയും 4 ആയിട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 4 × 4 16 പാർട്സുകൾ കിട്ടി. അപ്പോൾ ഒരു യൂണിറ്റിനിടയ്ക്ക് 16 പാർട്സുകൾ കിട്ടി. അതിലെ ഈ ഓരോ പാർട്ടുകളും എന്തായിരിക്കും? 1/16 വീതമായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു യൂണിറ്റിനെ ഇതേപോലത്തെ 16 പാർട്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പെൻസിലിൻ്റെ ലെങ്ത് നോക്കിയേ, ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കിയേ. 2 കഴിഞ്ഞിട്ട് 2 ഇവിടെ ഓരോ വീണ്ടും ഇതായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ എന്തെഴുതാം? 2/4 ഇവിടെ 3/4 ഇവിടെ വരെ 3/4 ആണ്. പിന്നെ അടുത്ത കുഞ്ഞ് വര അതെത്രയാണ് വരിക?
1/16. ഇതാണ് പെൻസിലിൻ്റെ ലെങ്ത് വരിക. ഓക്കെ, ഇതേപോലെ മെഷർമെൻറ്റ് എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നതാണ് കേട്ടോ. ഹൺഡ്രഡ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഇതുപോലെ മെഷർമെൻറ്റ് എഴുതുന്നത്. ഓക്കെ, ദെൻ വൈ സ്പ്ലിറ്റ് എ യൂണിറ്റ് ഇൻറ്റു 10 പാർട്സ് എവറി ടൈം. അടുത്തത്, എല്ലാ സമയവും നമ്മൾ ഒരു യൂണിറ്റിനെ 10 പാർട്സായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും ടെൻസിലും ഹൺഡ്രഡ്സിലും ഒക്കെ നമ്മൾ കണ്ടു ഓരോ യൂണിറ്റിനെ നമ്മൾ 10 ഈക്വൽ പാർട്സായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ ഒരു പാർട്ടിനെ വീണ്ടും നമ്മൾ 10 ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 10 പാർട്സായിട്ട് എപ്പോഴും സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണെന്ന് നോക്കിയേ. ദ റീസൺ ഈസ് ദ സ്പെഷ്യൽ റോൾ ദാറ്റ് 10 പ്ലേസ് ഇൻ ദ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം. എന്തുകൊണ്ടാണ് 10 എന്ന് പറയുന്ന നമ്പർ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ ഒരു സ്പെഷ്യൽ റോള് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ 10 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഫോർ എ ഹോൾ നമ്പർ റിട്ടൺ ഇൻ ദ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം, ഫോർ എക്സാമ്പിൾ 281. അപ്പോൾ 281 എടുക്കുകയാണെങ്കിൽ ദ പ്ലേസ് വാല്യൂ ഓഫ് 2 ഈസ് 2ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? ഹൺഡ്രഡ്സ് ആണ് അല്ലേ. ദാറ്റ് ഓഫ് 8 ഈസ് 8ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്? ടെൻസ് ആണ്. ആൻഡ് ദാറ്റ് ഓഫ് 4 ഈസ് 1 അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിൽ ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ് ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂസ് എടുക്കുന്നത്. ഈച്ച് പ്ലേസ് വാല്യൂ ഈസ് 10 times ബിഗ്ഗർ ദാൻ ദി വൺ ഇമ്മീഡിയറ്റ്ലി ടു ഇറ്റ്സ് റൈറ്റ്. അതായത് ഓരോ പ്ലേസ് വാല്യൂവും അതിൻ്റെ ഇടതുവശത്തുള്ള പ്ലേസ് വാല്യൂവിനെക്കാട്ടിൽ 10 times ബിഗ്ഗറാണ്. ഫസ്റ്റ് വൺ പ്ലേസ് വാല്യൂ എന്താണ്? ഫസ്റ്റ് വൺ 1 ആണ്, വൺസ് ആണ്. അടുത്തത് ടെൻസ് ആയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 1ൻ്റെ 10 times ആയി ടെൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ടെൻസ് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ? ഹൺഡ്രഡ്സ് ആണല്ലേ. അപ്പോൾ ഈ 10ൻ്റെയും 10 times ആണ് എന്ത്? 100 എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ പ്ലേസ് വാല്യൂവും 10 times എന്താണ്? ബിഗ്ഗറാണ്. ഇനി നോക്കിയേ, ഈച്ച് പ്ലേസ് വാല്യൂ ഈസ് 10 times സ്മോളർ ദാൻ ദി വൺ ഇമ്മീഡിയറ്റ്ലി ടു ഇറ്റ്സ് ലെഫ്റ്റ്. അതേപോലെ ഓരോ പ്ലേസ് വാല്യൂവും ലെഫ്റ്റിലതിനെക്കാട്ടിൽ 10 times സ്മോളറുമായിരിക്കും. അതായത് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ 100 ആണ്. 100 കഴിഞ്ഞിട്ട് അടുത്തത് എന്താണ്? ടെൻസ് ആണ്. അപ്പോൾ ഈ 100നെക്കാട്ടിൽ 10 times സ്മോളറാണ് എന്ത്? അടുത്ത പ്ലേസ് വാല്യൂ. അടുത്തത് വൺസ് ആണ്. അപ്പോൾ ഇതിനെക്കാട്ടിൽ 10 times സ്മോളറാണ് വൺസ് എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ 10 times ബിഗ്ഗറാണ്. ലെഫ്റ്റിൽ നിന്ന് നോക്കുമ്പോൾ 10 times സ്മോളറാണ് ഓരോ പ്ലേസ് വാല്യൂ. ഓക്കെ, 10 ones മേക്ക് 110. അതായത് 10 വൺസുകൾ ചേർന്നാൽ ഒരു 10 ആവും. 10 ടെൻസുകൾ ചേർന്നാൽ ഒരു 100 ആവും. 10 ഹൺഡ്രഡ്സുകൾ ചേർന്നാൽ ഒരു 1000 ആവും. അങ്ങനെ നീണ്ടുപോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ റൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ 1 into 10 എന്ത് കിട്ടി? 10 കിട്ടി. 10 into 10 100 കിട്ടി. 100 into 10 1000 കിട്ടി. 1000 into 10 10,000 കിട്ടി. അപ്പോൾ റൈറ്റിലേക്ക് പോകുമ്പോൾ ഓരോന്നും 10 times ബിഗ്ഗറാണ്. ഇനി നമ്മൾ ലെഫ്റ്റിൽ നിന്ന് പോവാണ്. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 10 സ്മോളറാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഡിവിഷനാണ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്താണ്? മൾട്ടിപ്ലിക്കേഷനാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക കേട്ടോ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ബിഗ്ഗർ ആകുകയാണ്. അപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ നമ്പേഴ്സ് ചെറുതാകുകയാണ്. അപ്പോൾ നമ്മൾ ഡിവിഷനാണ് ചെയ്യുന്നത്. 10,000 ഡിവൈഡഡ് ബൈ 10 ഈസ് 1000. 1000 ഡിവൈഡഡ് ബൈ 10 ഈസ് 100. 100 ഡിവൈഡഡ് ബൈ 10 ഈസ് 10. 10 ഡിവൈഡഡ് ബൈ 10 ഈസ് 1. Okay, in order to extend this system of writing numbers to quantities smaller than 1, we divided 1 into 10 equal parts. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റീസിനെ 1നെക്കാട്ടിൽ ചെറുതായിട്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വി ഡിവൈഡ് 1 into 10 ഈക്വൽ പാർട്സ്. നമ്മൾ 1നെ 10 ഈക്വൽ പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. വാട്ട് ഡസ് ദിസ് ഗീവ്സ്? ഇറ്റ് ഗീവ്സ് 1 tens.
ഫർദർ ഡിവൈഡിങ് ഇറ്റ് ഇൻ ടു 10 പാർട്സ് ഗീവ്സ് 100 ആൻഡ് സോ ഓൺ. 1നെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/10 കിട്ടും. ഇനി ഇതിനെ വീണ്ടും 10 പാർട്സ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 100th കിട്ടും അല്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ഈ 100th ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതാ ഇവിടെ നോക്കി, നമ്മൾ 100th വരെ ഇവിടെ പഠിച്ചു. അപ്പോൾ 100th 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും തോറും നമ്പർ എന്താവും? നമ്പർ ബിഗ്ഗർ ആവും. അപ്പോൾ 1/10 ഈസ് ഗ്രേറ്റർ ദാൻ 1/100. നമുക്കറിയാം 1 യൂണിറ്റിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1/10 കിട്ടുന്നത്. 1/10 വീണ്ടും 10 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1/100 കിട്ടുന്നത്. അല്ലെങ്കിൽ 1 യൂണിറ്റിനെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 1/100 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 1/100 റൈറ്റിലേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബിഗ്ഗർ ആകുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ 1/100 എന്തായിട്ട് മാറും? 1/10 ആയിട്ട് മാറും. അതായത് ഇതിൻ്റെ അർത്ഥം 1/100 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? നിങ്ങൾക്ക് എളുപ്പ വഴിക്ക് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു 0യും ഈ ഒരു 0യും ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 1 × 1 1, ഇവിടെ 10. കണ്ടോ? 1/10. ഇനി ഈ 1/10 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? 1 ആവും. ബാക്കി നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞതാണ്. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലേസ് വാല്യൂയിൽ ഓരോ 0യും കൂടിക്കൂടി വരും. ഇനി ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 10,000 1000 ആവും. 1000നെ 10 കൊണ്ട് ചെയ്യുമ്പോൾ 100 ആവും. 100നെ ചെയ്യുമ്പോൾ 10 ആവും. 10നെ ചെയ്യുമ്പോൾ 1 ആവും. 1നെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/10. 1/10നെ വീണ്ടും 10 കൊണ്ട് ചെയ്യുമ്പോൾ 1/100. ഇങ്ങനെ പോകും കേട്ടോ. ഇനി നോക്കിയാൽ വാട്ട് വിൽ ദ ഫ്രാക്ഷൻ ബി വെൻ 100th ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 10 ഈക്വൽ പാർട്സ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1 യൂണിറ്റിനെ ഈക്വൽ 10 പാർട്സ് ആക്കിയാൽ 1/10 ആവും. 1/10നെ വീണ്ടും 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ 100th ആവും. വീണ്ടും ഇതിനെ 10 ഓരോ 100thകളെയും നമ്മൾ അതായത് 100 പാർട്സിലെ ഓരോന്നിനെയും വീണ്ടും നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കിയാൽ എന്താവും? അത് 1000 ഈക്വൽ പാർട്സുകളാവും അല്ലേ? അപ്പോൾ ഇതെന്താവും? ഇറ്റ് വിൽ ബി 1000. അപ്പോൾ 1000 സച്ച് പാർട്സ് മേക്കപ്പ് എ യൂണിറ്റ്. അതായത് 1/100നെ വീണ്ടും 10 ഈക്വൽ പാർട്ടാക്കിയാൽ 1000 പാർട്ടുകളാണ് ഒരു യൂണിറ്റ് ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് സ്കെയിലിൽ തന്നിട്ടുണ്ട്. 0 തൊട്ട് 1 വരെ 10 ഈക്വൽ പാർട്സ് ആക്കി. ഇത് ഓരോന്നും 1/10കളാണ്. ഈ 1/10നെ വീണ്ടും 10 ഈക്വൽ പാർട്സ് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താവും? ഇവിടെ വരുമ്പോൾ ഇതെന്താവും? 60/100 എന്നാവും അല്ലേ? അതായത് ഇതിനെ വീണ്ടും നമ്മൾ 10 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം 100 പാർട്സുകളായി. അപ്പോൾ ഇതെന്താവും? 6/10 എന്നുള്ളത് 60/100, 7/10 എന്നുള്ളത് 70/100. ഇതിൻ്റെ ഇടയ്ക്കുള്ള യൂണിറ്റുകളെല്ലാം 61/100, 62/100, 63/100 ഇങ്ങനെയാവും. ഇനി വീണ്ടും ഇതിനെ 10 ഈക്വൽ പാർട്സ് ആക്കുന്നു. അപ്പോൾ ഇതെന്താവും? ഈ 100 എന്നുള്ളത് 1000 ആവും. 66 എന്നുള്ളത് 660 ആവും. ഇവിടെ ഈ 67 എന്നുള്ളത് 670 ആവും. 100 എന്നുള്ളത് 1000 ആവും. അതായത് വീണ്ടും നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി. ഇങ്ങനെ ഷോർട്ടായിട്ട് പോകും കേട്ടോ. ജസ്റ്റ് ആസ് വെൻ വി എക്സ്റ്റെൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് 10,000 വി ഗെറ്റ് എ ബിഗ്ഗർ പ്ലേസ് വാല്യൂ അറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഇനി 10,000ൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഓരോ സ്റ്റെപ്പിലും നമുക്ക് ഓരോ ബിഗ്ഗർ പ്ലേസ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുക. വി ക്യാൻ ഓൾസോ എക്സ്റ്റെൻഡ് ടു ദ റൈറ്റ് ഓഫ് 1000 ഗെറ്റിംഗ് സ്മോളർ പ്ലേസ് വാല്യൂ അറ്റ് ഈ സ്റ്റെപ്പ്. ഇനി 1000ൻ്റെ റൈറ്റിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്മോളർ പ്ലേസ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അല്ലേ, ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും എന്തായിരിക്കും? ബിഗ്ഗർ പ്ലേസ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ലെഫ്റ്റിൽ നിന്ന് നമ്മളെപ്പോഴും റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്മോളർ പ്ലേസ് വാല്യൂസ് ആയിരിക്കും കിട്ടുന്നതെന്ന് ഞാൻ മുകളിൽ പറഞ്ഞിരുന്നു. അതാണ് ഇതാ ഇവിടെ നമുക്ക് വീണ്ടും തന്നിട്ടുള്ളത്. കണ്ടോ?
This way of writing number is called decimal system since it is based on the number 10. അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്പേഴ്സിനെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡെസിമൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഡെസിമൽ സിസ്റ്റം. എന്തുകൊണ്ടാണ്? സിൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി നമ്പർ 10. ഇത് 10 എന്ന് പറയുന്ന നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നമ്മളിതിനെ ഡെസിമൽ സിസ്റ്റം എന്ന് വിളിക്കും. ഡെസിം മീൻസ് 10 ഇൻ ലാറ്റിൻ. ഡെസിം എന്ന് വെച്ചാൽ ലാറ്റിനിൽ അർത്ഥം എന്താണ്? 10 എന്നാണ് അർത്ഥം. വിച്ച് ഇൻ ടേൺ ഇൻ കോഗ്നൈറ്റ് ടു ദ സാൻസ്ക്രിറ്റ് ദശ മീനിങ് 10. അപ്പോൾ ഇത് ഏതിന് ഈക്വലായിട്ടുള്ള വേർഡാണ്? സംസ്കൃതത്തിൽ ദശ എന്ന് പറയുന്ന വേർഡിന് ഈക്വലായിട്ടുള്ളതാണ്. അതായത് ദശ മീൻസ് 10 വിത്ത് സിമിലർ വേർഡ്സ് for 10 occurring across many Indian languages including Odia, Konkani, Marathi, Gujarati, Hindi, Kashmiri, Bodo and Assamese. We shall learn about other ways of writing numbers in later grades. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി. ഇനി ബാക്കിയുള്ള പോർഷൻസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.